ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ശബരിമലയിലെ പഴയ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജി വാഹനം തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്ന് SIT കസ്റ്റഡിയിലെടുത്തു. പിടിച്ചെടുത്ത വാജി വാഹനം SIT ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അരുൺ രാജ് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് നിന്ന് അരുണിലേക്ക് എത്താം. അരുൺ, അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിന് മുൻപ്, ഇത് 2017 കാലത്ത് അവിടെ ശബരിമലയിൽ പഴയ കൊടിമരം മാറ്റിയ സമയത്ത് അതിന് മുകളിൽ ഉണ്ടായിരുന്ന വാജിവാഹനമാണ്. അത് തന്ത്രി അദ്ദേഹത്തിന്റെ കൈവശം വെക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഇടെയാണ് അത് തന്റെ കൈവശമുണ്ട് എന്ന് തന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നത്. അത് ഏറ്റെടുക്കണമെന്ന് അന്ന് തന്ത്രി അറിയിച്ചിരുന്നു. അതിനിടെ തന്ത്രി കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ആ വാജി വാഹനം അവിടെ നിന്ന് കണ്ടെത്തിയത്. അതാണ് SIT ഇന്ന് കൊല്ലത്ത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് പിടിച്ചെടുത്ത വാജി വാഹനം എന്ന നിലയിൽ തന്നെ, കസ്റ്റഡിയിലെടുത്ത വാജി വാഹനം എന്ന നിലയിൽ തന്നെയാണ് അവിടെ ഹാജരാക്കിയത് കോടതിയിൽ. നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും. അതിന് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടിയുണ്ട്. ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇതിന് അനുമതി നൽകിയത്. കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 19-നാണ് പരിഗണിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടിളപ്പാളി കേസിന് പിന്നാലെ തന്ത്രി കണ്ഠരര് രാജീവരെ ദ്വാരപാലക ശില്പ കേസിൽ പ്രതി ചേർത്തതായി SIT കോടതി ഇന്ന് അറിയിച്ചു. കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വിജിലൻസ് കോടതിയുടെ അനുമതിയും SIT തേടി. SIT ആവശ്യം പരിഗണിച്ച കോടതി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അനുമതി നൽകി. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 19-ലേക്ക് മാറ്റി. SIT റിപ്പോർട്ടും കോടതി തേടി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ജനുവരി 27-ന് പത്മകുമാറിനെ വീണ്ടും ഹാജരാക്കണം. 24 കൊല്ലം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത വാജി വാഹനം SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും. അരുൺ, അത് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതാണ്. തന്ത്രി അത് കൈവശം സൂക്ഷിച്ചിരുന്നു എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിനെ അറിയിച്ചു. പക്ഷേ അത് ഈ സ്വർണ്ണക്കൊള്ളയുമായൊക്കെ ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ്. പക്ഷേ അത്രയും നാള് അതെങ്ങനെ തന്ത്രിയുടെ വീട്ടിൽ സൂക്ഷിച്ചു എന്നതിന് കൃത്യമായൊരു മറുപടി തന്ത്രി നൽകിയിട്ടുമില്ല. എന്താണ് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ കോടതിയെ അറിയിച്ചത്? അത് അവിടെ നിന്ന്, ആ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത, പിടിച്ചെടുത്ത ഒരു വസ്തു എന്ന നിലയിൽ തന്നെയാണല്ലോ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, 2017 ശബരിമലയിലെ കൊടിമരം മാറിയ സമയത്താണ് അതിന് മുകളിൽ ഉണ്ടായിരുന്ന വാജി വാഹനം അത് തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ അദ്ദേഹം തന്റെ കയ്യിലുണ്ട് ഇത് എന്ന് സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പിടികൂടിയ അറസ്റ്റിലായ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് തൊട്ട് പിറ്റേ ദിവസം ഈ ചെങ്ങന്നൂരിലെ വീട്ടിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിലാണ് ഈ വാജി വാഹനം കണ്ടെടുത്തിട്ടുള്ളത്. ഈ വാജി വാഹനം ഒറിജിനൽ തന്നെയാണോ, ഇത് അന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി തന്നെയാണോ എന്ന് പരിശോധന അടക്കം നടത്തിയ ശേഷമാണ് അന്വേഷണ സംഘം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച സ്വർണ്ണത്തിൽ പൊതിഞ്ഞ 11 കിലോയോളം വരുന്നതാണ് ഈ വാജി വാഹനം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പൗരാണികത, അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശ്വാസത, അത് വലിയ തോതിൽ മാർക്കറ്റിൽ വിലയുള്ളതാണ് എന്ന്, ഇത് വിറ്റു എന്നടക്കമുള്ള പ്രചരണങ്ങൾ നടന്നതാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ SIT നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നാണ് SIT സംഘം ഇതുമായി ബന്ധപ്പെട്ട വാജി വാഹനം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ഈ കൊല്ലം കോടതിയിലേക്ക് എത്തുമ്പോൾ 2 കാര്യങ്ങളാണ് ഈ തന്ത്രി മറുപടി പറയേണ്ടി വരിക. ഒന്ന്, ഈ വാജി വാഹനത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. 2, തനിക്ക് ശബരിമലയിലെ സ്വത്തുക്കളിലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ യാതൊരു അവകാശവുമില്ലെന്ന വാദം ഈ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി മുന്നോട്ട് വെക്കുമ്പോൾ പിന്നീട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കിയത് എന്നീ കാര്യങ്ങളിൽ തന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. തന്ത്രിക്ക് തുടർന്നുള്ള വിചാരണ ദിവസങ്ങളിലും തന്ത്രിയുടെ അധികാരം അടക്കമുള്ള കാര്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വാജി വാഹനം പ്രധാന ഘടകമായി മാറും. എന്നാലും വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തു എന്ന നിലയിലാണ് വാജി വാഹനം ഇപ്പോൾ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ എത്തിച്ചിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കൊടിമരത്തിന് ഏറ്റവും മുകളിലുള്ള അയ്യപ്പന്റെ വാഹനം ആയ വാജി വാഹനം അത് പഞ്ചലോഹ നിർമ്മിതമാണ്, സ്വർണം പൂശിയതാണ്. അതിന്
അതൊരു ആചാരപരമായൊക്കെ വലിയ സവിശേഷതകളുള്ളതാണ്. ഒരു കൊടിമരം പുതുക്കി പണിയുമ്പോൾ ഈ വാജിവാഹനം അതിലുള്ളതൊക്കെ എന്ത് ചെയ്യണം എന്നതൊക്കെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് പകരം അത് തന്ത്രി അനധികൃതമായി കൈവശം വെച്ചു എന്നാണ് ഇപ്പോൾ SIT സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കഴിയില്ല. അത് പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇനിയും അതിൽ കോടതിയായിരിക്കും ഉചിതമായ തീരുമാനമെടുക്കുക. അതിനിടെ ശബരിമലയിലെ ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അഭിഷേകം ചെയ്ത നെയ് വിൽപ്പനയിലും ഗുരുതര ക്രമക്കേട് എന്നാണ് കോടതിയിലെ റിപ്പോർട്ട്. നെയ് കൗണ്ടറിലെ ജീവനക്കാരനായ സുനിൽ പോറ്റിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഞെട്ടലുണ്ടാക്കുന്ന വെട്ടിപ്പ് എന്നാണ് കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, കോടതിയുടെ വാക്കുകൾ കടമെടുത്താൽ ഞെട്ടലുണ്ടാക്കുന്ന വെട്ടിപ്പ്, അഭിഷേകം ചെയ്ത അല്ലെങ്കിൽ അയ്യപ്പൻ ആടിയ നെയ്യ് അതിൻ്റെ വിൽപ്പനയിലും തട്ടിപ്പ്, ക്രമക്കേട്, അതും കരിഞ്ചന്തയിൽ വിൽക്കുക, എന്തൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്നതെന്ന് കോടതിക്ക് പോലും സംശയമുണ്ടാക്കും. അത്രത്തോളം വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്, അല്ലേ? വിജയകുമാർ, വൻ ക്രമക്കേടാണ് നിലവിൽ ഈ നെയ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതര സ്വഭാവമുള്ള തട്ടിപ്പ് എന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം. ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് കണ്ടെത്തിയത്. ഏകദേശം 13,000-ഓളം വരുന്ന ഈ നെയ് പാക്കറ്റുകളാണ് അവിടെ നിന്ന് കണക്കിൽപ്പെടാതെ വിറ്റ് കളഞ്ഞത്. അത് ഏകദേശം 13 ലക്ഷം രൂപയുടെ നഷ്ടം അതുവഴി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം സ്റ്റോക്കിലും വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. ഏകദേശം 22,000-ഓളം വരുന്ന നെയ് പാക്കറ്റുകൾ സ്റ്റോക്ക് പ്രകാരം കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. അത് ഏകദേശം 35 ലക്ഷം രൂപയോളം അതിന് വില വരും. 22 ലക്ഷം രൂപയോളം അതിന് വില വരും. ആകെ മൊത്തം 35 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് പ്രാഥമികമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഈ നെയ് കൗണ്ടറിൽ നിൽക്കുന്ന സുനിൽകുമാർ പോറ്റി എന്നയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഈ നെയ് വിറ്റ് കിട്ടിയ പണം അത് ബോർഡിലേക്ക് അടക്കാതെ സ്വന്തം കയ്യിൽ സൂക്ഷിച്ചു എന്നൊരു ഗുരുതര കുറ്റം കൂടിയുണ്ട്. ഇയാൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുമെന്ന് കരുതാൻ സാധിക്കില്ല. കാരണം അയാളെ കൊണ്ട് മാത്രം ഇത്ര വലിയൊരു ക്രമക്കേട് നടത്താനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തുടരന്വേഷണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം നടത്തി, നിഷ്പക്ഷമായ അന്വേഷണം നടത്തി 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസിന് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിജയകുമാർ, ഇപ്പോൾ നടപടി നേരിട്ടായി നെയ് കൗണ്ടറിലെ ജീവനക്കാരൻ സുനിൽ പോറ്റി അയാൾ ഒറ്റയ്ക്ക് ഇത് ചെയ്തു എന്ന് കോടതിയും കരുതുന്നില്ല. ഒരു പക്ഷേ കൂടുതൽ അന്വേഷണം വേണ്ടിവരും. അയാൾക്കൊപ്പം അയാളുടെ കൂടെ ആരൊക്കെയുണ്ട് എന്നത് ആ അന്വേഷണത്തിലായിരിക്കും കണ്ടെത്തുക. അത്തരം ഒരു വിജിലൻസ് അന്വേഷണത്തിനാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പർണശാലകൾ കെട്ടി മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകർ സന്നിധാനത്തും പരിസരത്തും തമ്പടിച്ചു തുടങ്ങി. മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. രണ്ട് ദിവസമായി പർണശാലകൾ കെട്ടി അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. പൊന്നമ്പലമേട്ടിൽ നിന്ന് മകരവിളക്ക് തെളിയുന്നത് കാണാൻ പറ്റുന്ന മേഖലകളിലാണ് ഭൂരിഭാഗം ഭക്തരും തമ്പടിച്ചിരിക്കുന്നത്. എരുമേലി പേട്ടതുള്ളൽ കൂടി കഴിഞ്ഞതോടെ തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് മല ചവിട്ടി തുടങ്ങി. പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള യാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തും. മകരവിളക്ക് ദിവസമായ നാളെ 35,000 തീർത്ഥാടകർക്ക് മാത്രമാണ് സന്നിധാനത്തേക്കുള്ള പ്രവേശനം. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനം കൂടാതെ മകരവിളക്ക് കാണാൻ കഴിയുന്ന പുൽമേട് അടക്കമുള്ള മേഖലകളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കും. നിഖിൽ നിളയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 സന്നിധാനം. മുൻ MLA-യും CPM നേതാവുമായിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ഐഷ പോറ്റി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. അധികാരമോഹിയല്ലെന്നും എളിയ പ്രവർത്തകയായി കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നും ഐഷ പോറ്റി 24-നോട് പറഞ്ഞു. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായേക്കും.
കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ MLA ആയ ഐഷ പോറ്റി CPIയുമായുള്ള 3 പതിറ്റാണ്ട് നീണ്ട ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിലെത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെ ലോക്ഭവന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരപ്പന്തലിലെത്തി KPCC അധ്യക്ഷനിൽ നിന്ന് ഐഷ പോറ്റി അംഗത്വം സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപായി UDFന്റെ മക്കളേക്ക് LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. കേരള ജനത ഞങ്ങളെല്ലാം പറയുന്ന പോലെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ആ സൂചനകളുണ്ടാകും. ആ സൂചനകളുടെ പ്രതിഫലനമാണ് ഇന്നത്തെ മാറ്റവും. പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകും. താൻ അധികാരമോഹിയല്ലെന്ന് ഐഷ പോറ്റി. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ വന്നാൽ, ഒരു വേണ്ട ആളല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഐഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM രംഗത്തെത്തി. സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഐഷ പോറ്റി. വർഗവഞ്ചന എന്ന് ഐഷ പോറ്റി തന്നെ പറയുന്നുണ്ട്. ആ ഭാഷയിൽ ഐഷ പോറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐഷ പോറ്റി ചെയ്തിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. ഏറെ നാളായി CPIM നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു ഐഷ പോറ്റി. പാർട്ടിയിൽ സജീവമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഐഷ പോറ്റിയെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഐഷ പോറ്റി പങ്കെടുത്തതും ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദ്യ പോസ്റ്റ് തിരുത്തി ഇറക്കിയ കുറിപ്പിലാണ് LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് അവകാശപ്പെടുന്നത്. LDFിൽ തുടരുമെന്നറിയിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLAയും പോസ്റ്റിട്ടതിന് ശേഷമാണ് ജോസ് കെ മാണി നിലപാട് അറിയിച്ചത്. ജോസ് കെ മാണി LDFിന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്ന് CPM നേതൃത്വം സ്ഥിരീകരിച്ചു. UDF പ്രവേശത്തെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിനകത്ത് രൂക്ഷമായ ഭിന്നത നിലനിൽക്കുമ്പോഴാണ് ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനം. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജോസ് കെ മാണി വ്യക്തമാക്കി. ആദ്യ പോസ്റ്റിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ജോസ് കെ മാണി പാർട്ടിയിൽ ഭിന്നതയില്ലെന്നുകൂടി അറിയിച്ചിരിക്കുന്നത്. UDF പ്രവേശത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. UDFിലേക്കുള്ള മടങ്ങിപ്പോക്കിനോട് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLAയ്ക്കും യോജിപ്പുണ്ടായിരുന്നില്ല. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ഫേസ്ബുക്കിൽ ഇരുവരും പോസ്റ്റിട്ടിരുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ മുറുകുന്നതിനിടെയാണ് ജോസ് കെ മാണി നിലപാടിൽ വ്യക്തത വരുത്തിയത്. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. LDFിന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ജോസ് കെ മാണി ഏറ്റെടുക്കില്ല. പകരം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ആയിരിക്കും ജാഥ നയിക്കുക. UDF ഇന്നത്തെ സ്ഥിതിയിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനകൂരിൻ്റെ പുതിയ ഉപദേശമാണ് എങ്ങനെയെങ്കിലും അപ്പുറത്തുനിന്ന് ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാമെന്നുള്ള രൂപത്തിൽ എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടക്കുക. ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ ഭാഗമാണത്. ജോസ് കെ മാണി വിഭാഗത്തിലെ മുന്നണി മാറ്റം UDF ചർച്ച ചെയ്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ആരുടെയും പിന്നാലെ നടക്കേണ്ട എന്നാണ് പറഞ്ഞതെന്നും ആരും വരേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പ്രതികരിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ കൂടി ചേർക്കേണ്ടതുണ്ടെങ്കിൽ UDF ആലോചിക്കട്ടെ. ആലോചിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറയാം. ഞങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24. കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരുന്നതിനെ തങ്ങൾ ഭയക്കുന്നില്ലെന്ന് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ്. നോട്ടീസിൽ പോലും പേര് വയ്ക്കാതെ അവഗണിച്ചപ്പോഴാണ് താൻ CPM വിട്ടതെന്ന് ഐഷ പോറ്റി. ജോസഫ് ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുമായി ധാരണയിലെത്താൻ തയ്യാറാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു ഈ നേതാക്കളുടെ പരാമർശം. രണ്ടില കൈയിലേക്കോ എന്നായിരുന്നു 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിന്റെ വിഷയം. ജോസ് കെ മാണി ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDFും ശക്തി തെളിയിച്ചിട്ടുണ്ടെന്ന് മോൻസ് ജോസഫ്. വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് നാണക്കേടുണ്ടാക്കും. UDFിനെ ചതിക്കില്ല എന്നുറപ്പുള്ളവർ വരുന്നതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കട്ടെ എന്നും മോൻസ് ജോസഫ്. ഞങ്ങൾ ഇതിനെ ജോസ് കെ മാണി വിഭാഗം വരുന്നതിനെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ എതിർത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുകൂലിക്കുകയാണെന്നുള്ളതല്ല. UDF നേതൃത്വത്തിൽ നിന്ന് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇനി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പറയുന്നു, ഞങ്ങൾക്കിതിൽ ഒരു അലോസരമില്ല. ജോസ് കെ മാണി വിഭാഗം എന്നുള്ളതല്ല. UDFിന് ഗുണം ചെയ്യുന്ന കക്ഷികൾ, UDFിന് വിശ്വാസമുള്ളവർ, അങ്ങനെയുള്ളവർ വരുന്നതിനെ UDF സ്വാഗതം ചെയ്തിട്ടുണ്ട്.
ജോസഫ് ഗ്രൂപ്പിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുമായി ധാരണയിലെത്താൻ തയ്യാറാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. UDF-നൊപ്പം നിൽക്കണമെന്നാണ് കേരള കോൺഗ്രസ് M അണികൾ ആഗ്രഹിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ്. ജോസഫ് ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ വിഭാഗം UDF-ലേക്ക് വന്നാൽ അവരുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്താൻ UDF തയ്യാറാണ് എന്ന് ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജോസ് കെ മാണിയും അദ്ദേഹത്തോടൊപ്പമുള്ള കേരള കോൺഗ്രസും അവസരോചിതമായ തീരുമാനമെടുത്ത് അവർ UDF-ലേക്ക് വരാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നോട്ടീസിൽ പോലും പേര് വയ്ക്കാതെ അവഗണിച്ചപ്പോഴാണ് CPIM വിട്ടതെന്ന് ഐഷ പോറ്റി. കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള വാർത്തകളെക്കുറിച്ച് അറിയില്ലെന്നും പ്രതികരണം. ഒരു പരിപാടിയിൽ പോലും ഞാനൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഒരു മെൻഷൻ ഇല്ല. ഈ അവഗണന എന്ന് പറയുമ്പോൾ സ്ഥാനം തരുന്നു എന്നുള്ളത് ഒരിക്കലും അർത്ഥമാക്കുമല്ല. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ MLA അല്ലാതായപ്പോ ഞാൻ ഫുൾ ടൈം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഓവർ വർക്ക് ചെയ്തിരുന്നു ഞാൻ എല്ലാവരോടും പറയുമായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു നോട്ടീസിലൊക്കെ പേര് വെക്കാതെ അവനവന്റെ അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവും. KM മാണിയെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് UDF എന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ. കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഒരു വാർത്തയും കേരള കോൺഗ്രസിൽ ചലനമുണ്ടാക്കില്ലെന്ന് ഉറപ്പാണെന്നും K അനിൽകുമാർ. ഇന്നത്തെ LDF-നെ പരാജയപ്പെടുത്താനുള്ള ശക്തി UDF മുന്നണിക്കില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇല്ലെങ്കിൽ UDF ഇല്ല. അതിന്റെ തിണ്ണമെടുക്കിൽ കയറിയിരുന്ന് ഇടതുപക്ഷ ജനാധിപത്യയെ കടന്നാക്രമിക്കാൻ അതിന്റെ ഭാഗമായി വാർത്തകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയും കേരള കോൺഗ്രസിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല എന്ന് കോട്ടയത്തിരുന്ന് അതിന്റെ നേരിട്ടുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കേരള കോൺഗ്രസ് UDF-നെ തിരഞ്ഞെടുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ജോൺ മുണ്ടക്കയം പറഞ്ഞു. യാതൊരു സംശയവുമില്ല, ജോസ് കെ മാണിയും കൂട്ടരും UDF-ൽ തന്നെ എത്തും. പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വലിയ സെറ്റ്ബാക്ക് ഉണ്ടായി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആ തോൽവി ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ UDF-ലേക്ക് വരികയല്ലാതെ മറ്റു മാർഗമില്ല. ന്യൂസ് ഡെസ്ക് 24. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ തുടരണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ UN മനുഷ്യാവകാശ കൗൺസിൽ അപലപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ മരണം 2000 കടന്നതിന് പിന്നാലെയാണ് ഇറാനിയൻ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച ട്രംപ് റദ്ദാക്കിയത്. പ്രതിഷേധക്കാരെ ദേശസ്നേഹികളെന്ന് അഭിസംബോധന ചെയ്താണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. സ്ഥാപനങ്ങൾ കൈയടക്കുക, തെരുവിലിറങ്ങുക, പ്രതിഷേധങ്ങൾ തുടരുക എന്നിങ്ങനെയാണ് ആഹ്വാനം. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അടിച്ചമർത്തൽ അവസാനിക്കും വരെ ചർച്ചയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. 17 ദിവസമായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭം 31 പ്രവിശ്യകളിലെ 180 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. പ്രക്ഷോഭകരെ സുരക്ഷാസേനയും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും കൂട്ടക്കുരുതി ചെയ്യുകയാണെന്ന് ദൃക്സാക്ഷികൾ ആരോപിച്ചു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ UN മനുഷ്യാവകാശ കൗൺസിൽ അപലപിച്ചു. അതിനിടെ ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വിദേശ ശക്തികളുടെ പിന്തുണയുള്ള കലാപങ്ങളാണെന്നും ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും വ്യക്തമാക്കി. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി ലണ്ടൻ, പാരീസ്, ഇസ്താംബൂൾ എന്നിവിടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ നടന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.